പതിവ് തെറ്റിയില്ല. അർജുനെ കൊണ്ടുപോയ അന്ന് പെയ്തു തുടങ്ങിയ മഴയാണ്. നാശം പിടിച്ച മഴ. ശിരൂരിലെ ഓരോ തരി മണ്ണും നനഞ്ഞു കുതിർന്നിരിക്കുകയാണ്. മഴയേക്കാൾ കൂടുതൽ അവിടെ വീഴുന്നത് കണ്ണീരാണ്. ചോര കലർന്ന കണ്ണീർ. അർജുനെ, നീ എവിടെയാണ്? NH-66 ദേശീയപാത വികസന സങ്കല്പങ്ങളെ ഇനിയും ഒരുപാട് കാലം സംശയമുനകളിലേക്ക് നിർത്തുന്ന ഒന്നായി ഈ ദേശീയപാത മാറുന്നുണ്ട്. കാരണം 90 ഡിഗ്രി കണക്കിൽ നെടുകെ കുത്തിപ്പിളർന്ന് ചെത്തിപ്പടുത്ത പാറ ഇടുക്കുകളിലാണ് ഈ ദേശീയപാതയുള്ളത്. അതും ഉറപ്പുള്ള പാറയല്ല, ഏതു നിമിഷവും ഇടിഞ്ഞു പോരാവുന്ന ദുർബലമായ അതീവലോലമായ മേഖല. പക്ഷേ അപ്പോഴും ആദ്യത്തെ മണിക്കൂറുകളിൽ എന്തു ചെയ്തു രക്ഷാപ്രവർത്തനത്തിന് എന്നുള്ളത് അതീവ നിർണായകമാണ്. ആ മണിക്കൂറുകൾ, രക്ഷാപ്രവർത്തനത്തിൻ്റെ ഗോൾഡൻ അവേഴ്സ്, സുവർണ മണിക്കൂറുകൾ, അക്ഷരാർത്ഥത്തിൽ നിഷ്ക്രിയമായിരുന്നു അങ്കോലയിലെ സംവിധാനങ്ങൾ. കേരളത്തിൽ നമുക്കിത് പ്രതീക്ഷിക്കാനാവില്ല. വലിയ തോതിൽ ജനങ്ങളുടെ ഇടപെടൽ ഉണ്ടാകാറുണ്ട്, സംവിധാനങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ആ പാഴാക്കിയ 2 ദിവസങ്ങൾക്ക് കൊടുക്കേണ്ടി വന്ന വില ഒരുപാടാണ്. ഏതു നിമിഷവും ഉരുൾപൊട്ടലുകൾ ഇനിയും ഉണ്ടായേക്കും എന്നുള്ള ആശങ്കകളുണ്ട്. ഉരുൾപൊട്ടലിന് സമാനമായ വലിയൊരു മലയിടിച്ചിലിന് സാക്ഷ്യമാകുമ്പോൾ ഇനിയും ദേശീയപാതയുടെ മറ്റ് ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കില്ലെന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയും. ഇന്ന് 8 ദിവസമായി. 16-ന് അങ്കോലയിൽ മണ്ണിടിഞ്ഞു വീണുവെന്ന് കേട്ടപ്പോൾ അതിൽ നീയുണ്ടാകുമെന്ന് കരുതിയതേയില്ല. കാണാനില്ല എന്ന് നിന്റെ വീട്ടുകാർ പറഞ്ഞപ്പോൾ എവിടെയോ വഴിതെറ്റി നിൽപ്പുണ്ടാകുമെന്ന് കരുതി. നിന്റെ ബന്ധുക്കൾ ആ ദുരന്ത ഭൂമിയിലെത്തി കണ്ണീരോടെ പറഞ്ഞപ്പോഴാണ് അതിന്റെ ആഴം നേരിട്ടറിഞ്ഞത്. ഇവിടെ നിരുത്തരവാദിയായിട്ടുള്ള പെരുമാറ്റാണ് ഇവിടെ അതിനുള്ള റെസ്പോൺസിബിലിറ്റി ആൾ ഇവിടെ ഇല്ല. ഇനി അപ്പുറ വശം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ അർജുനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ഈ റോഡിൽ നിന്നുള്ളത് ആക്സസ് ചെയ്തിട്ട് മാത്രം. ഞങ്ങളുടെ സഹോദരന്റെ ജീവൻ ഓരോ നിമിഷം കഴിയുന്നതോറും അപകടത്തിലാവാൻ ചാൻസ് കൂടുകയാണ്. ഇന്നിപ്പോൾ 8 ദിവസമായി. നിനക്ക് ശ്വാസം മുട്ടുന്നുണ്ടാകും. ഇനി നിന്നെ എവിടെയാണ് തിരയേണ്ടത്? മണ്ണിനടിയിലോ പുഴയിലോ? പ്രതീക്ഷയും അതിലേറെ ആശങ്കയുമുള്ള നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ കണ്ണുകളും ഈ ഗംഗാവലി പുഴയിലാണ്. ഗംഗാവലി പുഴയുടെ മറുകരയിലാണ് ദുരന്തഭൂമി. ഈ അർജുൻ്റെ കുടുംബം പറഞ്ഞത് ഈ ഹിറ്റാച്ചികൾ, മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇട്ടിരിക്കുന്ന ഈ പ്രദേശത്താണ് അർജുൻ്റെ ലോറിയുടെ സിഗ്നൽ അവസാനമായി ലഭിച്ചതെന്നാണ് അർജുൻ്റെ ബന്ധുക്കൾ പറഞ്ഞത്. അങ്ങനെ അതനുസരിച്ച് ഈ മേഖലയിലെല്ലാം തന്നെ തിരച്ചിൽ നടത്തി. പക്ഷേ ഫലം നിരാശയായിരുന്നു. അതിനുശേഷമാണ് ഈ പുഴയിലെ മൺതിട്ട കേന്ദ്രീകരിച്ച്, മൺതിട്ടയോട് ചേർന്നുള്ള സ്ഥലത്ത് ഒരു സിഗ്നൽ, അനുകൂലമായ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ആ മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്താനുള്ള തീരുമാനത്തിലേക്ക് അങ്ങനെയാണ് എത്തുന്നത്. ഏകദേശം 40 മീറ്റർ ഈ മൺതിട്ട പുഴ കരയിൽ നിന്ന് ഏകദേശം 40 മീറ്റർ ദൂരത്തിലാണ് ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. അത് ഈ മൺതിട്ട തന്നെ ആകണമെന്ന് കൃത്യമായില്ല. ഈ മൺതിട്ടയോട് ചേർന്നുള്ള ഈ സ്ഥലത്ത് കരയിൽ നിന്നുള്ള 40 മീറ്റർ ദൂരത്തിൽ എവിടെ വേണമെങ്കിലും ആകാം ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ആ സ്ഥലത്ത് കൃത്യമായ പരിശോധന നടത്താൻ തന്നെയാണ് തീരുമാനം. ഈ പുഴയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 150 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ളതാണ് ഈ ഗംഗാവലി പുഴ. 150 കിലോമീറ്റർ 900 മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇത് കടലിനോട് ചേരുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വീതി എന്ന് പറയുന്നത് ഏകദേശം 200 മീറ്ററിലധികമാണ്. ഈ ദുരന്തം നടന്ന സ്ഥലത്തുള്ള വീതി എന്ന് പറയുന്നത് 200 മീറ്ററാണ്. ആഴം എന്ന് പറയുന്നത് 40 അടിയോളം ആഴവുമുണ്ട്. 40 അടി ഇതിൻ്റെ ആഴവുമുണ്ട്. ഈ പ്രദേശത്ത് മാത്രം 40 അടിയിലേറെ താഴ്ചയുണ്ട്. അവിടേക്ക് ഈ മൺകൂന ഇങ്ങനെ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ, ഇത്രയും വലിയൊരു മൺകൂന സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ഈ ഉണ്ടായിരിക്കുന്ന ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് ഈ മൺകൂനയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും. ഈ പുഴയിൽ തെരച്ചിൽ നടത്തുന്നതിന് സമാനമായി തന്നെ
ഈ ഭാഗത്ത് ഈ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന ഈ തിട്ട പോലെ കാണുന്ന ഈ പ്രദേശത്ത് കൂടി തിരച്ചിൽ നടത്തണമെന്നാണ് ഇപ്പോൾ നസ്രയിലെ അംഗങ്ങൾ കൂടി പറയുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ഇവിടെയായിരുന്നു ലക്ഷ്മണൻ്റെ ചായക്കട ഉണ്ടായിരുന്നത്. ആ ലക്ഷ്മണൻ്റെ ചായക്കട ഈ പുഴയിലേക്ക് വീണു. അതിന് പുറമെ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ മൊത്തം മണ്ണ് മൂടിയ ഒരു സാഹചര്യമായിരുന്നു. ആ മല ഒന്നാകെ ഇടിഞ്ഞു വീഴുന്നത് കൊണ്ട് തന്നെ ഈ മണ്ണ് എങ്ങോട്ടേക്ക് നീക്കുമെന്ന കാര്യത്തിൽ അവർക്ക് ആദ്യം കർണാടകയുടെ രക്ഷാപ്രവർത്തകർക്ക് ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അവർ ഒരു ഭൂരിഭാഗം മണ്ണും ഈ പുഴയോട് ചേർന്നുള്ള പ്രദേശത്ത് ഇവിടെ കൊണ്ട് ഡംപ് ചെയ്തിരിക്കുന്നത് കാണാം. ഇങ്ങനെ കൊണ്ട് തട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അപകടമുണ്ടായപ്പോൾ അർജുൻ്റെ ലോറിയും ഈ പ്രദേശത്തേക്ക് പെട്ടുപോയിട്ടുണ്ടോ എന്നതാണ് സംശയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തും തെരച്ചിൽ നടത്തണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് ചെറിയ വെല്ലുവിളിയല്ല, കുത്തിയൊലിക്കുകയാണ് ഗംഗാവലി പുഴ. അതിൻ്റെ എല്ലാ രൗദ്രഭാവവും ആവാഹിച്ചുകൊണ്ട് ഒഴുകുകയാണ്. ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് കനത്ത മഴയുണ്ട്, കാറ്റുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് വേണം ഈ പ്രദേശത്ത്, ഈ മൺതിട്ട കാണുന്ന പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത്. ഇത് മറ്റേ വലിയ വാഹനങ്ങൾ ഉപയോഗിച്ച്, മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇവിടെ എന്തെങ്കിലും തിരച്ചിൽ നടത്താൻ കഴിയുമോ എന്ന് തന്നെ സംശയമാണ്. മറ്റു മാർഗങ്ങൾ, ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ മാത്രമേ ഇവിടെ നിന്ന് ഈ തിരച്ചിൽ നടത്താൻ കഴിയുകയുള്ളൂ. ഇടത്തെ ഭാഗത്ത് നോക്കി കിട്ടിയില്ല, വലത്തെ ഭാഗത്ത് നോക്കണം. വലത്തെ ഭാഗത്ത് തപ്പാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോ വണ്ടിയിലുണ്ടോ, വണ്ടിക്ക് പുറത്തായിനോ? എനിക്ക് നല്ലൊരു സംശയമുണ്ട് വണ്ടിക്ക് പുറത്തായിനോ എന്നുള്ളത്. ഇപ്പൊ വണ്ടിക്ക് പുറത്തായിരിക്കും. ഈ ഓരോ മഴ പെയ്യുമ്പോഴും പുഴ കുത്തിയൊലിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും ഈ പുഴ തന്നെ പല പോഷക നദികൾ കൂടിയിട്ടാണ് ഈ സ്ഥലത്തെത്തുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തുനിന്നും ഓരോ മഴയ്ക്കും അത് വലിയ മഴയാണ്. നമ്മൾ ഇപ്പം കേരളത്തിൽ കാണുന്ന മഴ പോലെയല്ല. നല്ല തുള്ളിയുള്ള നല്ല നമ്മളിപ്പോൾ ചെറിയൊരു മഴ കഴിയുമ്പോൾ തന്നെ വലിയ തോടൊഴുകുന്ന പോലെയാണ് ഓരോ സ്ഥലത്തുനിന്നും വെള്ളം ഒഴുകിയെത്തുന്നത്. ഇവിടെ കലങ്ങി വെള്ളം കലക്കവെള്ളമായിട്ട് ഇങ്ങനെ വരുമ്പോൾ അത് ഈ ഇറങ്ങുന്നവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. തീർച്ചയായിട്ടും നമുക്കിപ്പം എന്തൊരു സാധനം കണ്ടെത്തണമെങ്കിലും അത് തെളിഞ്ഞ വെള്ളം, നമ്മളൊക്കെ പുഴയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു മഴ കഴിഞ്ഞാൽ അത് വീണ്ടും തെളിയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരിക്കലും അത് തെളിയുന്ന കാണുന്നില്ല. ഞങ്ങൾ 4 ദിവസം മുമ്പ് വന്നതുപോലെ തന്നെയാണ് ഇപ്പോഴും പുഴയുടെ സ്ഥിതി. ഇടയ്ക്ക് മഴ കനക്കും, കാറ്റാഞ്ഞു വീശും, കടല് പോലെ ഗംഗാവലി പുഴ തീരത്താഞ്ഞടിക്കും. രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും തടസ്സമായി നിന്നത് ഉടനീളം കാലാവസ്ഥയാണ്. കഴിഞ്ഞ 5-10 ദിവസമായി ഈ മേഖലയിൽ കനത്ത മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 2-3 ദിവസത്തെ മഴയുടെ തുടർച്ചയിലാണ് ഈ വലിയൊരു മലയിടിച്ചിൽ ഉണ്ടായത്. ഒരു ഉരുൾപൊട്ടലിന് സമാനമായൊരു മലയിടിച്ചിലായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷെ അതിനുശേഷവും ഈ നിമിഷം പോലും മഴയും വെയിലും മാറി മാറി, ഈ മഴയെന്ന് പറയുമ്പോൾ ഉത്തരകന്നഡയിൽ ഇപ്പോഴുള്ള മഴ ആഞ്ഞു പെയ്യുന്ന മഴയാണ്, വീശിയടിക്കുന്ന കാറ്റാണ്. രക്ഷാപ്രവർത്തകരെയും ഏറെ തടസ്സത്തിലാക്കുന്നത്, ഒരുപാട് പ്രതിസന്ധികൾ നൽകിയത് ഈ മഴയും ഈ കാലാവസ്ഥയും തന്നെയാണ്. ബിജു, നിങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസമായി. നമ്മൾ ഇവിടെ കാണുമ്പോൾ ഈ കാലാവസ്ഥ വലിയ വിധത്തിലൊരു വില്ലനായി. തീർച്ചയായും ഞങ്ങൾ 4 ദിവസമായി വന്നിട്ട്. ഇവിടെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല. കാറ്റും മഴയും കൂടി ഒന്നിച്ചാണ് വരിക. അതും വളരെ ശക്തമായ മഴ. നമ്മൾ കമ്പൂട്ടാണ് ഈ പ്രവർത്തനത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മുടെ കാലെല്ലാം ശരിക്കും ഈ കമ്പൂട്ടിനകത്തുകൂടി വെള്ളം ഇറങ്ങിയിട്ട് ചെളിയുമായിട്ട് വളരെ പ്രയാസത്തിലാണ് ഇതിൽ നടക്കുന്നത്. കാരണം ചെളി മാറുന്നില്ല. വാഹനം ഉപയോഗിച്ച് ചെളിയൊക്കെ നീക്കുന്നുണ്ടെങ്കിലും ചെളി വരുന്നു. അതിനനുസരിച്ച് അതുപോലെ തന്നെ മഴ വരുമ്പം നമുക്ക് കോട്ടിടാനുള്ള സമയം കിട്ടില്ല. അപ്പം നമ്മൾ ഫുള്ള് നനയുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. 7 പകലുകൾ നീണ്ട കരയിലെ രക്ഷാപ്രവർത്തനം. കലിതുള്ളി പെയ്ത കാലവർഷം ഇടിച്ചിട്ട ഷീരൂർ കുന്നുകളിലെ മണ്ണെല്ലാം റോഡിൽ നിന്ന് രക്ഷാപ്രവർത്തകർ തോളോട് തോൾ ചേർന്ന് നിന്ന് എടുത്തുമാറ്റി. റഡാർ വെച്ചുള്ള പരിശോധനയിൽ സിഗ്നലുകൾ ലഭിച്ചെങ്കിലും ഒന്നും പ്രതീക്ഷയിലേക്ക് എത്തിയില്ല. ഈ സാഹചര്യത്തിലാണ് ഗംഗാവലിയുടെ ആഴങ്ങളിലേക്ക് തിരച്ചിൽ മാറ്റിയത്. പുഴയെ തോൽപ്പിച്ച രക്ഷാപ്രവർത്തനം എത്ര സാധ്യമാകും?
ദുരന്ത നിവാരണ സേനയ്ക്കൊപ്പം നാവികസേനയും കരസേനയും രക്ഷാദൗത്യത്തിലുണ്ട്. മനുഷ്യശേഷിയേക്കാൾ ഇന്ന് കൂടുതൽ യന്ത്രസഹായത്താലാണ് തിരച്ചിൽ പുരോഗമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിളിക്ക് കാത്തിരിക്കാതെ ദുരന്തഭൂമിയിലേക്ക് ഓടിയെത്തിയ മലയാളി രക്ഷാപ്രവർത്തകരോട് ഇന്ന് ദൗത്യത്തിന്റെ ഭാഗമാകേണ്ട എന്ന് പറഞ്ഞതും. കരസേനാ ഉദ്യോഗസ്ഥർ കരയിലും നേവി NDRF ഉദ്യോഗസ്ഥർ പുഴയിലും തിരയുന്നുണ്ട്, നിർത്താതെ തിരയുന്നുണ്ട്. ഇവർക്കൊപ്പം കുറേ മനുഷ്യർ ഹൃദയം കൊണ്ട് തേടുകയാണ്. കടുംപിടുത്തത്തിൽ വഴി തടഞ്ഞിടും. കരയാനാകാതെ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറും. പിന്നെ വഴിയിൽ കാത്തുകിടക്കും. We are good idea team plan and the last day we are searching for the last day for the entire the area. So you just call him and report you need just permit Ranjit to insert, that's all. We are the best idea, best of the best idea that will work out sure. ഇന്ന് ഈ കാണുന്ന ബാരിക്കേഡിന് അപ്പുറത്തേക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. വൻ പോലീസ് സന്നാഹമാണ് ഇന്ന് ഈ സ്ഥലത്ത് ഉള്ളത്. ഒരു ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നുമുണ്ട്. ഏതായാലും ഇന്നത്തെ ദിവസം തിരച്ചിൽ അവിടെ നടക്കുന്നു. അതിനൊരു കാരണമായി പറഞ്ഞത് ഈ ആർമിയുടെ ഒരു റഡാർ പരിശോധനകൾ അവിടെ നടക്കുന്നു. അതുകൊണ്ട് ഇന്നകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. അതായത് സാധാരണക്കാരായ ആളുകൾക്ക്, മാധ്യമങ്ങൾക്ക് മാത്രമല്ല രക്ഷാപ്രവർത്തകർക്ക് പോലും ഇന്ന് അകത്തേക്ക് പ്രവേശനമുണ്ടായില്ല. അവർക്ക് അവരുടെ രക്ഷാപ്രവർത്തകരുടെ ആവശ്യം അല്ലെങ്കിൽ സഹായം ഇന്നത്തെ തിരച്ചിലിന് ആവശ്യമില്ല. ആർമി മാത്രമാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത് എന്നുള്ള വിശദീകരണമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. ഈ ആളുകളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് 3 ആൾ പോയിട്ടും 2 മുതലാളിമാരും അവിടെ ഉണ്ട്, ഒരു ഡ്രൈവറും. ഇവരൊന്നും അടുത്തേക്ക് കടത്തിവിടുമ്പം പോലീസിന്റെ മർദ്ദനേറ്റും കൊണ്ട് കള്ളന്മാരെ പോലെ എന്തോ തെറ്റ് ചെയ്ത ആളുകളെ പോലെയാണ് അങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ ഇന്നലെ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യേണ്ട വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ അവന്റെ അങ്കിൾമാരാണ്. അപ്പോൾ ബന്ധുക്കളാണോ? അർജുന്റെ ബന്ധുക്കളാണ്? അതെ, പെങ്ങളെ മക്കളാണ്. അപ്പോൾ അവിടെ അർജുൻ മാത്രമേ, ജിതിൻ മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. ജിതിനകത്തുണ്ട്. അകത്തേക്ക് പോയിട്ട് അപ്പോൾ ഞങ്ങളെ വിളിച്ചിരുന്നു. അപ്പം മീഡിയയുടെ വണ്ടിയിലാണ് അകത്തേക്ക് പോയത്. ഞങ്ങൾക്ക് അകത്തേക്ക് പോകണം. ഇൻ കേസ് ഐഡന്റിഫൈ ചെയ്യേണ്ട അങ്ങനത്തെ വിഷയം ആരെയും അകത്തേക്ക് വിടുന്നില്ല. അപ്പോൾ കോടതി ഉത്തരവിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മലയാളികളായിട്ടുള്ള വളണ്ടിയേഴ്സിനെ ഈ ദുരന്ത ഭൂമിയിലേക്ക് പ്രവേശനമില്ല എന്നാണ്. ഇന്നലെ തന്നെ ബന്ധപ്പെട്ട പോലീസെല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയെങ്കിലും ബഹുമാനപ്പെട്ട MP-യുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഈ ദുരന്ത ഭൂമിയിൽ നമുക്ക് റെസ്ക്യൂ പ്രവർത്തനം സാധിച്ചത്. പക്ഷേ ഇന്ന് ഈ നമ്മളെ ഇവിടുന്ന് നീക്കം ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള, ഞങ്ങൾ മാറിത്തരാം, യാതൊരു തടസ്സവും ഞങ്ങളില്ല. പക്ഷേ ഇവിടെയുള്ള സംവിധാനങ്ങൾ എന്ന രീതിയിൽ രാജ്യത്തിൻ്റെ ഈ മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്താൻ, അർജുനയിലെ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ സംവിധാനങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വലിയ പരിശോധന നടത്തണമെന്നാണ്. ഒരിറ്റ വെള്ളം പോലും അവിടെ കിട്ടാനില്ല എന്നറിഞ്ഞ് ഉറ്റവനായി മാറിയ ഒരുവനെ തേടുന്ന കുറേ മനുഷ്യർ. ഇപ്പോൾ ഉള്ളത് നമ്മൾ സ്പോട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. JCBകളും മറ്റുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നുണ്ട്. മിലിറ്ററി, അതുപോലെ നേവി, NDRF, അങ്ങനെ എല്ലാ ടീമും, പിന്നെ നമ്മൾ കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരായ HCFന്റെ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും മറ്റുള്ള റെസ്ക്യൂ ടീമിനെയൊക്കെ, കേരളത്തിൽ നിന്നുള്ള റെസ്ക്യൂ ടീമിനെയൊക്കെ പുറത്ത് തടഞ്ഞു വെച്ചതാണെന്നുള്ളത് ഒരു ന്യൂസുണ്ട്. പിന്നെ അതല്ലാതെ മാധ്യമപ്രവർത്തകരൊന്നും ഇപ്പോൾ ഈ സ്പോട്ടിലില്ല. മഞ്ഞ JCB എങ്ങനെ വർക്ക് ചെയ്യുന്ന ആ ഭാഗത്താണ് നമ്മളിപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് മിലിറ്ററി അടുത്തത് ഡിറ്റക്ട് ചെയ്യാനാണ് പോകുന്നത്. പക്ഷേ അവിടെ മിലിറ്ററിൻ്റെ ഡിറ്റക്ടർ ആകെ 5 മുതൽ 8 മീറ്റർ വരെ ഡെപ്തിൽ ഇത് കണ്ടെത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇത്തരം വലിയ വലിയ പാറകളുണ്ടെങ്കിൽ അതും മെഷീൻ ഡിറ്റക്ട് ചെയ്യും. അപ്പം രക്ഷാപ്രവർത്തനം ദുഷ്കരാണ്, ദുർഘടമാണ്. അപ്പോൾ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഈ ഭാഗത്തേക്കാണ്, ഇന്നലെ ഈ ഭാഗത്താണ് കംപ്ലീറ്റ് സ്പോട്ട് കണ്ടിരുന്നത്. ആ സ്പോട്ട് അവിടെ എല്ലാം നല്ല സ്ഥിരീകരിച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ മൺകൂനുണ്ട്, ഈ മൺകൂന കംപ്ലീറ്റ് എടുത്ത് മാറ്റുക. അത് ഏതാണ്ട് ഒരു 20-25 ഫീറ്റോളം
അടിയിലേക്കാണ് ഉള്ളതെന്നാണ് റഡാർ സംവിധാനം ഉപയോഗിച്ച് ഇന്നലെ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്ത് തന്നെ വീണ്ടും ഇന്ന് നേവി സ്പോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും NDRFിൻ്റെയും നേവിൻ്റെ ഒക്കെ ബറ്റാലിയൻസ് ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ഊർജിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഷിരൂരിൽ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 8 കിലോമീറ്റർ അകലെ ഗംഗാവലി കടലിനോട് ചേരുന്നതിന് സമീപത്തായാണ് ഇവരുടെ മൃതദേഹം ലഭിച്ചിട്ടുള്ളത്. ഗംഗൈക്കൊള്ള എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. അവിടെ മത്സ്യത്തൊഴിലാളികൾ മൃതദേഹം കാണുകയും തുടർന്ന് അധികൃതരെ വിവരം അറിയിക്കുകയാണ് ഉണ്ടായത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെ സണ്ണുവിൻ്റെ വീടിരുന്ന സ്ഥലമാണ്. അവിടെ ബന്ധുക്കളൊക്കെ വന്ന് കാത്തു നിൽക്കുന്നത് കാണാൻ കഴിയും. വീടുണ്ടായി എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം 5 വീടുകൾ ഇവിടെ പൂർണ്ണമായും തന്നെ തകർന്നു പോയിരുന്നു. 4 വീടുകൾക്ക് തറഭാഗം മാത്രമാണുള്ളത്. ഈ അപകടം സംഭവിച്ച് മണ്ണ് പുഴയിലേക്ക് വീണ് പുഴയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് അടിച്ചു കയറുകയാണ് ഉണ്ടായത്. വീടിൻ്റെ മുകളിലേക്ക് അടക്കം വെള്ളം അടിച്ചു വന്നാണ് വീടുകൾ പൂർണ്ണമായും തന്നെ തകർന്നത്. നിരവധി ആളുകൾ കുംറ്റയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇന്ന് മൃതദേഹം ലഭിച്ച സണ്ണുവിൻ്റെ വീട്. അവരുടെ കുടുംബാംഗങ്ങളാണ് സംസ്കാരം നടത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത്. ഒപ്പം പ്രദേശവാസികളായ 2 പേർ കൂടി മിസ്സിംഗ് ആണ്. അതായത് ആകെ 4 പേർ. അതിലൊന്ന് അർജുനാണ്. ബാക്കി 3 പേരായിരുന്നു. ഇതിൽ ഒരാളുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തുകയും ചെയ്തു. ബാക്കി 2 പുരുഷന്മാരാണ്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും നടക്കുന്നു എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. ഏതായാലും ഈയൊരു മണിക്കൂറിൽ മഴ അല്പം മാറി നിൽക്കുന്നു എന്നതുകൂടിയാണ്. അതുകൊണ്ട് ഈ പുഴയിലുള്ള തിരച്ചിലിന് കുറച്ചുകൂടി വേഗത കൈവന്നിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ മണ്ണ് ഇടിഞ്ഞു വന്ന ആ സ്ഥലത്തിനോട് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന തിരച്ചിലാണ് നടന്നു വരുന്നത്. ഒപ്പം രാവിലെ മണ്ണിട്ട രൂപപ്പെട്ട സ്ഥലത്ത് അതിന് മുകളിൽ കയറി ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ അനുകൂലമായ ഒരു ഘടകവും ശുഭകരമായ ഒന്നും തന്നെ ഇവിടുന്ന് ലഭിച്ചില്ല എന്നതുകൂടിയാണ്. മഴ മാറി നിൽക്കുന്നതാണ് ഈ ഒരു മണിക്കൂറിൽ ആശ്വാസമായിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു തിരച്ചിൽ. ഒപ്പം പ്രദേശവാസികളായ ബാക്കി 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കരയിൽ നീയെങ്കിൽ മറുകരയിൽ മറ്റാരൊക്കെയോ. കെട്ടിടങ്ങൾ, കൃഷിഭൂമികൾ, അങ്ങനെ ജീവനും ജീവിതവുമൊക്കെ ദുരന്തം വിഴുങ്ങി. ഇത് ഒരു നായാണ്. ഈ വീട്ടുകാരെ കാണാത്തതുകൊണ്ട് കുറേ ദിവസങ്ങളായിട്ട് ഈ നായ ഇവിടെ തന്നെ ഉണ്ട്. വളരെ ഒരു വിഷമമുള്ളൊരു കാര്യമാണത്. വീട്ടുകാരെ കാണാത്തതുകൊണ്ട് കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നൊരു നായാണത് എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. എന്തായാലും നമ്മൾ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെ ടീം ഇപ്പോൾ നിലവിൽ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ സജ്ജരായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളൂ. എന്തായാലും കൂടുതൽ പ്രവർത്തനങ്ങൾക്കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണുമാന്തി യന്ത്രങ്ങളുടെ വേഗം കുറച്ച് ടിപ്പർ ലോറികളുടെ ടയറിന് ബ്രേക്കിട്ട് കണ്ണീരാഴത്തിന്റെ ദുരിതം കൂട്ടിയത് അയൽക്കാരാണ്. അവർക്കന്ന് നീ അന്യനായിരുന്നു. നമ്മളെ ഒരു മോനെ, നമ്മളെ അനിയന് ഓൻ പോയിപ്പോ ഉള്ളിൽ കിടക്കണതിന്റെ വേജാറ. അതിന്റെ ആ പെടപ്പ് ഈ നേതാക്കന്മാർക്ക് എന്തായാലും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണല്ലോ എന്നുള്ള ഒരിത് ഓന്, അതും ജീവനുണ്ടെന്ന് പറയുമ്പോൾ ആ പെടപ്പാണ് എല്ലാ മലയാളികൾക്കും എല്ലാ ഇന്ത്യക്കാർക്കും ഉള്ളത്. പക്ഷെ അത് എന്താ പറയുക, അതിനെ മുതലെടുക്കുന്ന കുറേ വിഭാഗം ആളുകളെ ഞാൻ കാണുന്നത്. അത് പറയാതെക്കാൻ പറ്റില്ല. അർജുൻ്റെ സ്ഥാനത്ത് ആ വണ്ടിൻ്റെ ഉള്ളിലുള്ളത് ഓരോ ഈ നേതാക്കന്മാരോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഒരാൾ നമ്മളൊന്ന് കുറച്ചു നേരം ഒന്ന് ഫീൽ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും എന്തായിരിക്കും ആ അവസ്ഥ എന്നുള്ളത്. അത് കാണുമ്പോൾ ഏഞ്ഞിട്ടായാലും ഈ ഇവിടെ വന്ന് കച്ചറ ഉണ്ടാക്കാൻ തോന്നിപ്പോവുകയാണ്. ഞങ്ങൾക്ക് നീ
അത്രമേൽ പ്രിയപ്പെട്ടവരെന്നറിഞ്ഞപ്പോഴാണ് ചക്രങ്ങൾ അനങ്ങിത്തുടങ്ങിയത്. ഇന്ന് ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിക്കുകയാണ്, ഈ ലോറിൻ്റെ മുതലാളിക്കാണോ ഇത്ര പിടിപാടുള്ളത് അല്ലെങ്കിൽ ലോറിൻ്റെ ഡ്രൈവറിനാണോ? കാരണം മുഖ്യമന്ത്രി വിളിക്കുന്നു, പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നു, കോൺഗ്രസ്സുകാർ വിളിക്കുന്നു, മാർക്സിസ്റ്റുകാർ വിളിക്കുന്നു, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വിളിക്കുന്നു. എന്താ ആർക്കാ എത്രമാത്രം പിടിപാടുള്ളത് എന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞു, ആ പിടിപാടുള്ളത് മുതലാളിക്കും ഒരു പിടിപാടില്ല, ഡ്രൈവറിനും ഒരു പിടിപാടുമില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾ മലയാളിയാണ്, അതാ പ്രശ്നം. അവിടെ നിന്ന് 480 കിലോമീറ്റർ അകലെ കണ്ണാടിക്കൽ എന്നൊരു നാടുണ്ട്. അവിടെ കരഞ്ഞ് കരഞ്ഞ് വീർത്ത മുഖങ്ങളുമായി കുറെ മനുഷ്യരുണ്ട്. അമ്മ, അച്ഛൻ, സഹോദരി അഞ്ജു. അതിൻ്റെ ഉള്ളിലുള്ള എൻ്റെ മോനാണ്. ഞങ്ങളെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അമ്മയും ഭാര്യയും മോനും ഫ്രണ്ട്സാണ്. ഇങ്ങനത്തെ ഒരു കുടുംബങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരാണ് ഞങ്ങൾ. ഒരാളെ മനസ്സിലെ ചിന്തകൾ ഞങ്ങൾ മൂന്നാളിലും ഒരുപോലെ പോകും. 3 മണിക്ക് തലേന്ന് രാത്രി എന്തെങ്കിലും കാരണത്താൽ വിളിക്കാൻ പറ്റിയില്ല. രാവിലെ 3 മണിക്ക് ഞാൻ എണീക്കുന്ന സമയത്ത് മോൻ്റെ മെസ്സേജ് എൻ്റെ ഫോണിലുണ്ടാവും. എൻ്റെ ഫോണെടുത്ത് നോക്കി ഞങ്ങൾ കാണാം. ഈ വൈകാരികമായ സമ്മർദ്ദം എൻ്റെ മോനെ അവിടുന്ന് ഓരോ ആക്സിഡൻറ്റിൽ എന്തെങ്കിലും സംഭവിച്ചു പറഞ്ഞാൽ ഞാനത് ഉൾക്കൊള്ളും. ഈ ആരോഗ്യവും ബുദ്ധിയും പിന്നെ ഞങ്ങൾ എങ്ങനെ വിഷമിക്കുമോ എന്ന് ചിന്തിക്കുന്ന നല്ല ഓർമ്മയുള്ള സമയം മുഴുവനും ചിന്തിച്ചിട്ടുണ്ടാവും വീട്ടുകാരെത്രത്തോളം വിഷമിക്കുന്നത്. പിന്നെ അവൻ്റെ മാനസിക നില തകരുന്നതും ആരോഗ്യം വഷളാകുന്നതും ഒക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഇത്രയും ദിവസങ്ങളിൽ കണ്ട് എനിക്ക് സഹനം എന്നുള്ളതിൻ്റെ അങ്ങേ തലക്കെത്തിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്ട്, ഇത് കാഴ്ചക്കാർ കുറച്ച് കോമാളികൾ നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും അറിയില്ല ഈ നേരിട്ട് സഹിക്കുന്ന ആളുകളെ മനോവിഷമം. അങ്ങനെയുള്ളവർക്കും കൂടെ ഞാൻ ഒന്നും അല്ല പറയുന്നില്ല. ഇത്രയൊക്കെയുള്ളൂ. എനിക്ക് എൻ്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. അച്ഛൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോളുണ്ട്, ഭാര്യ കൃഷ്ണപ്രിയയുണ്ട്. അവരോട് ഇനി എന്ത് പറയും, എന്തുറപ്പ് കൊടുക്കും? ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയാണവർ. കൂടുതൽ ആഴങ്ങളിലേക്ക് തിരയാൻ കഴിയുന്ന യന്ത്രക്കൈകൾ ഇന്ന് രാത്രി അങ്കോലയിലെത്തും. കൂടുതൽ അടരുകളായി ചെളി പുഴയിൽ നിറയുന്നുണ്ട്. ആ ആഴങ്ങൾക്കപ്പുറത്ത് എവിടെയാണ് ആ വണ്ടിയുള്ളത്? കാത്തിരിപ്പാണ് എല്ലാവരും. അപ്പോഴും ഒരു മിടിപ്പെങ്കിലും ബാക്കിയുണ്ടാകും എന്നുള്ള പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ രാത്രിയും കടക്കുകയാണ്. 8ാമത്തെ പകലിലും അന്വേഷണം തുടരുകയാണ്. നാളെ നിർണായകമായ ആ വിവരം കിട്ടും എന്ന പ്രാർത്ഥന എല്ലാവർക്കുമുണ്ട്. അർജുൻ്റെ ബന്ധുക്കൾ ഇവിടെയുണ്ട്. അതിനപ്പുറത്ത് ഒരു നാട് മുഴുവൻ പ്രാർത്ഥനാപൂർവം ഇവിടെ കാത്തിരിപ്പുണ്ട്.